കൊല്ലത്ത് കിണറ്റിനുള്ളിൽ പുലി കുടുങ്ങി. ചാലിയക്കര ചാങ്ങാപ്പാറയിലാണ് പുലി കിണറ്റിൽ കുടുങ്ങിയത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, നമ്മൾ ഈ പുലി കിണറ്റിൽ വീണ കഥയൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ളൂ. ഇപ്പോൾ അത് നേരിട്ട് കാണുകയാണ്. ഇത് കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഈ സ്ഥിതിയാണുള്ളത്. ഈ പ്രദേശം വനമേഖലയോട് ചേർന്ന പ്രദേശമാണോ? ഈ പുലിയെ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം അത് ഏത് തരത്തിലാണ് നടക്കുന്നത് അവിടെ? ലക്ഷ്മിപത്മ, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പുലി കിണറ്റിൽ വീണ നിലയിൽ കാണപ്പെട്ടത്. ഇത് അച്ചൻകോവിൽ വനമേഖലയുമായി ചേർന്ന പ്രദേശമാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ചാങ്ങാപ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഒരു വനമേഖല തന്നെയാണ്. തൊട്ടടുത്തൊക്കെ ആന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. ഈ വനത്തിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ. എന്തായാലും ഇവിടെ ഒരു 10ഓളം വീടുകൾ ഉണ്ട്. ഇത്തരം വീട്ടിലെ കിണറ്റിൽ വെള്ളം കോരാൻ എത്തിയ സിബി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ കിണറ്റിനുള്ളിൽ ഈ പുലി കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ ഫോറസ്റ്റിനെ വിവരം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും പുലിയെ ഏത് തരത്തിൽ എടുക്കുമെന്നറിയില്ല. പുലിയെ കൊണ്ടുപോകാനുള്ള കൂട് ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസി ഇപ്പോൾ നമ്മൾക്കൊപ്പമുണ്ട്. ഇവിടെ ഒരു നിരന്തരമായി ഈ നായ്ക്കളെയൊക്കെ, തെരുവ് നായ്ക്കളെയൊക്കെ പുലി വേട്ടയാടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എത്ര ദിവസം കൊണ്ട് ഈ ശല്യം ഇപ്പോഴും ഉണ്ട്? ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പുലിയോടെ പല നായ്ക്കളെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ നിരന്തരം പുലിയുടെ ശല്യം ഇവിടെ വന്നു പോകുന്നുണ്ട്. പിന്നെ ആനശല്യം, അതിൽ രൂക്ഷമായ ആനശല്യമുണ്ട്. ആന ഇപ്പോൾ പകലായാലും രാത്രിയിലായാലും ആന ഭയങ്കര രൂക്ഷമായ ആനശല്യമാണ്. ഇന്നലെയും ഈ തൊട്ട് താഴെ തന്നെ റബ്ബർ തള്ളിയും ഒക്കെ ചെയ്തു. ഇതിപ്പോൾ ഇന്നലെ രാത്രിയിലാണ് വീണത്. രാവിലെ 7 മണിക്ക് ഒരു വെള്ളം കോരാൻ പോയപ്പോഴാണ് പുലിയെ കണ്ടത്. അത് നേരെ ഫോറസ്റ്റിനെ അറിയിക്കുക. അന്ന് തന്നെ ഫോറസ്റ്റ് വരികയും വന്ന് നോക്കുകയും പിന്നെ ഇപ്പോൾ അതിനെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നിരന്തരമായി, ലക്ഷ്മിപത്മ കേൾക്കുന്നുണ്ടെങ്കിൽ, നിരന്തരമായി ഇവിടെ പുലിയുടെ ശല്യമുണ്ടായിരുന്നു. ആ പുലി ഇവിടെ വന്ന് വീട്ടിൽ വളർത്തുന്ന വളർത്തുനായ്ക്കളെ അടക്കം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ പുലി ഇത്തരത്തിൽ ഈ കിണറ്റിലേക്ക് കുടുങ്ങിയത്. എന്തായാലും മയക്കുവെടി അടക്കം വെച്ച ശേഷമായിരിക്കും പുലിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഫയർഫോഴ്സ് അധികൃതരും അതുപോലെ വനം വകുപ്പ്, ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അവിടെ നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് കുറച്ച് താഴേക്ക് വന്ന് നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ എന്തായാലും 3 മണിക്കൂറായി പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പുലിയെ എടുക്കാൻ കഴിഞ്ഞിട്ട് പുലി ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങാതിരിക്കാനുള്ള നടപടിയാണ്. അതായത് വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ തന്നെ ജീവൻ ഹാനി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതൊരു കിണറ്റിൻ്റെ വശം ചേർന്ന് അങ്ങനെ നിൽക്കുന്നതാണ് ദൃശ്യങ്ങളടക്കം കാണാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ തന്നെ അതിനെ പുറത്തെടുക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിപത്മ, പുലി ഇത്തരത്തിൽ ഒരുതരം ഗർജിക്കുന്നുണ്ട്. ഏതായാലും കണ്ടു നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേര് വന്ന് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? അതിനൊരു പ്രകോപനമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഷമീർ, തീർച്ചയായിട്ടും ആളുകൾ ഒരുപാട് പേർ രാവിലെ മുതൽ തന്നെ ഇത് അറിഞ്ഞിട്ട് ഈ കിണറ്റിന്, അതായത് ഒരു കുന്നിന് താഴ്വശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് എൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഒരു കുന്നാണ്. ഈ കുന്നിന് മുകളിൽ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ കിണറിലോട്ട് ആ കുന്നിൽ നിന്ന് ചാടുമ്പോൾ ആ കിണറിലേക്ക് വീണതാണ്. അബദ്ധവശാൽ ആ കിണറിലേക്ക് വീണ് അകപ്പെടുകയായിരുന്നു. എനിക്ക് തോന്നുന്നതനുസരിച്ച് രാത്രിയായിരിക്കാം, ഇത് പുലർച്ചയോടുകൂടിയായിരിക്കാം ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിനുശേഷം വെള്ളം രാവിലെ കോരാൻ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ പുലി ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുകയും ചെയ്തത്. അതിനുശേഷം ഈ പരിസരവാസികളൊക്കെ തന്നെ അറിയുകയും ഇവിടുന്ന് കൂടുതൽ ആളുകൾ ഇതിനെ കാണാനായി അവിടെ എത്തുകയും ചെയ്തു. തൊട്ട് സൈഡിലൊക്കെ തന്നെ പാറകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ആ കിണറിൻ്റെ തൊട്ട് സൈഡിൽ ആ പാറകളൊക്കെ തന്നെ ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ വനം
വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അത് നീക്കം ചെയ്തിട്ടുണ്ട്. കാര്യം പാറകൾ ഉള്ളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്, അതുപോലെ ആ കുന്നിടിഞ്ഞ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷ ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് വലകൾ ഉൾപ്പെടെയുള്ളവ ഇട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ ആളുകൾ നിൽക്കുന്നതും ഇത്തരത്തിൽ ഈ പുലിയെ എടുക്കുന്ന വഴി മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു ആശങ്കയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുപോലെ അവർ ഫയർഫോഴ്സിൻ്റെ ഷീൽഡ് അടക്കമുള്ളവ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കൂട് നമുക്ക് തൊട്ട് പിറകെ കാണുന്ന ആ വാഹനത്തിനുള്ളിൽ കൂട് സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഉള്ളിലേക്കായിരിക്കും ഈ പുലിയെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അതായത് പുലിയെ കൊണ്ടുപോകാൻ വന്ന വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നിട്ടാണ് ഈ ജനവാസ മേഖലയിൽ, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ ഈ ജനവാസ മേഖലയിൽ ആളുകൾ ഉള്ളത്. അവിടെ ഈ പുലി ഉള്ളത്. അവിടെ നിന്നും താഴേക്ക് കൊണ്ടുവരുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പാത വലിയ ദുർഘടമായ പാതയാണ്. ഈ പാതയിൽ കൂടി തന്നെ കടന്ന് പുലിയെ അവിടെ നിന്നും താഴേക്ക് കൊണ്ടുവരുന്നതും വലിയ ദുഷ്കരമായ പണിയാണ് എന്നാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതായത് ഫോറസ്റ്റിൻ്റെ എല്ലാ പുനലൂർ റേഞ്ചിലും പത്തനാപുരം റേഞ്ചിലും ഒക്കെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതിനെ എങ്ങനെ പുറത്തെടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. വലകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും പുലിയുടെ വലിപ്പം കൂടുതലാണ്, കുറച്ച് വലിപ്പമുള്ള പുലിയാണ്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. അപ്പോൾ അതിനെ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴൊരു അവ്യക്തത നിലനിൽക്കുന്നത്. ഇതിനെ ഈ മയക്കുവെടി വെച്ച ശേഷമായിരിക്കുമോ അത് അല്ലാതെ തന്നെ എടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും എല്ലാവരും തന്നെ ഇതിനെ എടുക്കുന്നത് കാണാനായിട്ടാണ് വലിയ ആൾക്കൂട്ടം ഇവിടെ കൂടിയിട്ടുണ്ട്. അതും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്, അതായത് ഇതിനെ ഇവിടെ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിനൊരു രക്ഷാപ്രവർത്തനത്തിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ലക്ഷ്മി പത്മ. തീർച്ചയായും ദൃശ്യങ്ങൾ വളരെയധികം കൗതുകമുള്ളതാണ്. അവിടെ ആളുകളെല്ലാം കൂടിയിട്ടുണ്ട് ഈ പുലിയെ എടുക്കുന്നത് കാണുന്നതിനായിട്ടൊക്കെ. അത് ആ നിലയ്ക്ക് ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എത്തിക്കുകയും ചെയ്യും. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.